തിരുവനന്തപുരത്ത് ബൈക്കിലെത്തിയ സംഘം യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു. അരിമാനൂർ സ്വദേശി അച്ചുവിനെയാണ് മർദ്ദിച്ചത്. അച്ചുവിന്റെ സുഹൃത്തിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതിന്റെ ശബ്ദരേഖ 24 കിട്ടി. ഒന്ന് കേൾക്കാം. ആരാണിത്? എനിക്കൊന്നും ചെയ്യാനില്ല. നിന്റെ കൂട്ടുകാരായാലും തന്നെ കുഴപ്പമില്ല. ഇവനെ കൊന്നാലും തന്നെ കുഴപ്പമില്ല. ആരെ മനുഷ്യന് ആരെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ചോര കണ്ടിട്ടുണ്ട്. ഷഫീദ റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ, ആകെ 40 സെക്കൻഡ് ശബ്ദരേഖ, 10 ബീപ്പ്. അറിയാവുന്ന തെരുമൊത്ത അയാൾ വിളിച്ചിട്ടുണ്ട്. എന്താ പ്രശ്നം? കശ്മീർ അതൊരു കൊലവിളിയാണ്. കാരണം ഈ ലഹരിയാണോ അല്ലയോ നമുക്കറിയില്ല. പക്ഷെ എങ്കിൽ കൂടി തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു കിഡ്നാപ്പ്, അത് മാത്രവുമല്ല അതിന്റെ ഭീഷണി അടക്കമുള്ള കാര്യങ്ങളുടെ ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പോലീസ് ഗൗരവമായി, റൂറൽ എസ് പിയുടെ മേൽനോട്ടത്തിൽ പോലീസ് ഗൗരവമായി അന്വേഷണം ഈ വിഷയത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. അശ്വി, സംഭവം ഇങ്ങനെയാണ്. പൂവാർ അരിമാനൂർ എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ് കഴിഞ്ഞ ദിവസം അരിമാനൂർ സ്വദേശി അച്ചു, 24 വയസ്സുകാരനാണ്, ഇയാളെ തട്ടിക്കൊണ്ടുപോകുന്നത്. ഈ തട്ടിക്കൊണ്ടുപോയത് ബൈക്കിലെത്തിയ 4 അംഗ സംഘം അച്ചുവിനെ വീട്ടിൽ വെച്ച് മർദ്ദിച്ചു. ആ സമയം വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഒരു സുഹൃത്തിനെ തിരക്കിയാണ് ഈ 4 അംഗ സംഘം വീട്ടിലെത്തിയത്. അതിനുശേഷം മർദ്ദിച്ച അവശനാക്കി കൈ പുറകിൽ കെട്ടി ബൈക്കിലിരുത്തി കിലോമീറ്ററുകൾക്കപ്പുറം ആളൊഴിഞ്ഞ പുരയിടത്തിലെത്തിച്ചു. അതിനുശേഷം കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തി മുഖത്തിടിച്ചു, പുറത്തിടിച്ചു, തലയിലിടിച്ചു. അതിനുശേഷമാണ് ഈ സുഹൃത്തിനെ വിളിക്കുന്നത്. ഈ ശബ്ദരേഖ, ഇപ്പോൾ നമ്മൾ കേട്ട ശബ്ദരേഖ സുഹൃത്തിനെ വിളിക്കുന്നതാണ്. സുഹൃത്തിനെ വിളിച്ച ചില കാര്യങ്ങൾ സംസാരിക്കുന്നു. അത് ഹഷ്മി സൂചിപ്പിച്ചതുപോലെ 40 സെക്കൻഡ് ശബ്ദരേഖയിൽ തെറി കൂടുതലുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് കൊലവിളിയുണ്ട്, കൊല്ലും എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം ഈ അച്ചുവിനെ ആ പുരയിടത്തിൽ ഉപേക്ഷിച്ചിട്ട് ഈ സംഘം അവിടെ നിന്ന് കടന്നു കളയുന്നു. അതിനുശേഷമാണ് ഈ അച്ചുവിന്റെ സുഹൃത്ത്, ഫോണിൽ വിളിച്ച സുഹൃത്ത്, ഇതിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് കാട്ടി അച്ചുവിന്റെ ബന്ധുക്കളെയും പോലീസിനെയും ഒക്കെ വിവരം അറിയിക്കുന്നത്. പോലീസ് ഉടൻ തന്നെ സൈബർ പോലീസിന്റെ സഹായത്തോടെ നമ്പർ ട്രാക്ക് ചെയ്യുന്നു. അതിനുശേഷം ഈ പറയുന്ന അച്ചുവിനെ തട്ടിക്കൊണ്ടുപോയതിനു ശേഷമാണോ ഈ സംഘം അച്ചുവിന്റെ സുഹൃത്തിനെ വിളിക്കുന്നത്? കശ്മീർ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം കഴുത്തിൽ കത്തിവെച്ച് നടത്തുന്ന കൊലവിളി, അതാണ് നമ്മളിപ്പോൾ ഈ ശബ്ദരേഖയിൽ കണ്ട കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, അതിനുശേഷം സൈബർ പോലീസ് പരിശോധന നടത്തുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുകയും ഉടൻ തന്നെ ആ സംഭവ സ്ഥലത്തേക്ക്, പുരയിടത്തിലേക്ക് പോയി അച്ചുവിനെ രക്ഷപ്പെടുത്തി. അച്ചു ഇപ്പോൾ ആശുപത്രിയിലാണ്. ഈ അച്ചുവിനടക്കം പരിചയമുള്ള ചില സുഹൃത്തുക്കൾ തന്നെയാണ്, അല്ലെങ്കിൽ ഇവരുടെ നാട്ടിലുള്ള ചില ആളുകൾ തന്നെയാണ് ഈ സംഭവം ചെയ്തത് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി വിലയിരുത്തുന്ന കാര്യം. മാത്രമല്ല, ഇവരെക്കുറിച്ച് ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ 4 അംഗ സംഘം ഒളിവിലാണ് എന്നുള്ളൊരു വിവരം കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും തിരുവനന്തപുരം ജില്ലയാണ്. പട്ടാപ്പകൽ നടന്നൊരു സംഭവമാണ്. മുൻപ് കുറച്ച് വർഷം, ഒരു 6-7 വർഷങ്ങൾക്ക് മുൻപ് അനന്തു എന്ന് പറയപ്പെടുന്ന ചെറുപ്പക്കാരനെ തിരുവനന്തപുരം നഗരമധ്യത്തിൽ കൊണ്ടുപോയി 12 മണിക്കൂർ ക്രൂരമായി ഉപദ്രവിച്ച് കൊലപ്പെടുത്തിയ ലഹരി സംഘങ്ങളുടെ വേട്ട നമ്മൾ കണ്ടതാണ്. അത് ഇഞ്ചിഞ്ചായ കൊലപാതകമായിരുന്നു. അത് നമുക്ക് വായിക്കുമ്പോൾ നമ്മൾ അവിടെ ഇപ്പോൾ കോട്ടയത്തെ റാഗിങ്ങിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ ആ ദൃശ്യങ്ങൾ വന്ന് ഞെട്ടലാണെങ്കിൽ, അനന്തുവിൻ്റെ കൊലപാതകം അതിനേക്കാൾ ഭീകരമായി ഇഞ്ചിഞ്ചായി പീഡിപ്പിച്ച സംഭവമായിരുന്നു ഷഫീദ്. കശ്മീർ, അതെ, ഏതാണ്ട് 12 മണിക്കൂറാണ് നഖം മുതൽ തലമുടി വരെ ക്രൂരമായി ഉപദ്രവിച്ച് ഒരു യുവാവിനെ കൊലപ്പെടുത്തിയത്. അത് ലഹരി സംഘങ്ങളുടെ ഏറ്റുമുട്ടലായിരുന്നു. സമാനമായ രീതിയിൽ തന്നെയാണ് ഇവിടെയും ഉണ്ടായത്. അതായത് വീട്ടിൽ പോകുന്നു, മർദ്ദിച്ച് അവശനാക്കുന്നു, ബൈക്കിൽ കൈ കെട്ടിവെച്ച് കൊണ്ടുപോകുന്നു, തട്ടിക്കൊണ്ടുപോകുന്നു. അതിനുശേഷം ആളൊഴിഞ്ഞ പുരയിടത്തിൽ കൊണ്ടുപോയി അടിച്ചും ഇടിച്ചുമൊക്കെ ഉപദ്രവിച്ച ശേഷം സുഹൃത്തിനെ വിളിച്ച് കൊലവിളി. ആ കൊലവിളിയിൽ പറയുന്നുണ്ട്, ഇന്നിവനെ ഞാൻ കൊല്ലുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം ക്രൂരമായ ഒരു അപകടം നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ക്രൂരമായ ഒരു ഉപദ്രവം നടന്നിട്ടുണ്ട്. മാത്രവുമല്ല, അതിൽ ഈ ആശുപത്രി കിടക്കയാണ് ഇപ്പോൾ അച്ചുവുമായി സംസാരിക്കാൻ നമ്മൾ ശ്രമിച്ചിരുന്നു. അച്ചുവിനെ സംസാരിക്കാനുള്ള ആരോഗ്യാവസ്ഥ നിലവിലില്ല. അതേസമയം സുഹൃത്തുക്കളും ബന്ധുക്കളും ഇതിന്റെ കേസുമായി മുന്നോട്ട് പോവുകയാണ്. പോലീസ് ആകട്ടെ ഇവരെക്കുറിച്ച് ചില നിർണായകമായിട്ടുള്ള സൂചനകൾ, വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുമുണ്ട്. ഹാഷ്മി, ഷഫീദാണ് ആ വാർത്തയുടെ വിവരങ്ങളും ആ ശബ്ദരേഖയുമൊക്കെ നൽകിയത്. പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ യുവാവിനെ രക്ഷപ്പെടുത്തുകയായിരുന്നു. പ്രതികൾക്ക് അന്വേഷണം ഊർജിതമാക്കി. ഒരുപക്ഷെ കൊല്ലും എന്ന ആ സംഘം വെറുതെ പറയുന്നതല്ല, അവർ കൊല്ലാൻ വേണ്ടി തന്നെ പറയുന്നതാണ്. അത് പോലീസിന്റെ ഇടപെടൽ മൂലം ഇല്ലാതായി എന്നുള്ളത് മനസ്സിലാക്കണം. എന്തൊക്കെയാണ് നാട്ടിൽ നടക്കുന്നതെന്ന കാര്യത്തിൽ ആശ്ചര്യം ഇപ്പോഴും തുടരുകയാണ്.